സി മൈ ഇൻറ്റൻഷൻ ഈസ് വെരി ക്ലിയർ. എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേജ്രിവാളല്ല, പിണറായി അല്ല, ആരുടെ കൂടെ കൂടിയാൽ ഈ രാജ്യത്തിന് ഗുണമുണ്ടാവുമോ, ജനങ്ങൾക്ക് ഗുണമുണ്ടാവും, ഞാൻ കൂടും. അത് ഏത് ചെകുത്താൻ്റെ കൂടെയാലും കൂടും. അതുകൊണ്ടാണ് ഞാൻ കൂടിയത്. ഇവിടെ എന്നല്ല പറഞ്ഞത്. കേരളത്തിലെ ആപ്പ് ഒരു ആൾക്കൂട്ടമാണ്, ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് ഇല്ല. ലീഡർഷിപ്പാണ് അവിടുത്തെ ഇഷ്യൂ. അതിൻ്റെ അവർ റീസ്ട്രക്ചർ ചെയ്യണത്. ഞാൻ പറഞ്ഞല്ലോ ലീഡർഷിപ്പ് പൊളിറ്റിക്സാന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുള്ളി എന്നോട് ഹി സജസ്റ്റഡ് ഇൻ ടു ടേക്ക് ഓവർ ദെയർ ലീഡർഷിപ്പ്. അത് ഞാൻ പറഞ്ഞു ഐ സ്റ്റാൻഡ് മൈ ഓൺ. എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരിക്കലും മെർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന അലയൻസ് എന്നുള്ളത് ഇട്ട് വന്നത്. ഒരു റീസ്ട്രക്ചറിങ് ഉണ്ടാവും അധികം വൈകാതെ എന്നാണ് എന്നോട് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ശശി തരൂരിനെ ഒരു ഫേസ് ആയി കൊണ്ടുവരാൻ ഒരു പ്ലാൻ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്സിൽ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ കേജ്രിവാൾ ഇവിടെ വന്ന് ഇറങ്ങുന്നവരെ നോട്ട് ഈവൻ ഇവർക്ക് പാർട്ടിക്ക് പോലും അറിയില്ലായിരുന്നു. തൃക്കാക്കര ഇലക്ഷനും സെയിം തിങ്. ദി ഡേ വൺ വി ഡിസൈഡഡ് നോട്ട് ടു കണ്ടസ്റ്റ്, ബട്ട് ദി ലാസ്റ്റ് മിനിറ്റ് വി അനൗൺസ്ഡ്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ആസ് എ പൊളിറ്റിക്കൽ ലീഡർ, ആസ് എ പാർട്ടി പ്രസിഡൻറ്റ്, നമുക്ക് എല്ലാ കാര്യങ്ങളും അല്ലാണ്ട് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ചെറിയ സാധ്യത അവിടെ കിടക്കുന്നു. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഒരു പാർട്ടി എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് ടു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ്, എന്തെല്ലാം ഇതുണ്ടോ അതെല്ലാം നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനകത്ത് പല രീതിയിലുള്ള ഡിസ്കഷൻസും പല ആളുകളെ കാണുന്നുണ്ട്, പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇതെന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണത്. നോട്ട് ലൈക്ക് ഇപ്പോൾ ഈ പൈസ കൊടുത്തിട്ട് മേടിക്കുന്ന പൊളിറ്റിക്സ് ഞങ്ങൾക്കില്ല. അതിനുള്ള പൈസയും നമ്മുടെ കയ്യിലില്ല, അവരുടെ കയ്യിലും ഇല്ല, ഞങ്ങളുടെ കയ്യിലും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സ്ട്രെയിറ്റ് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ, ഇതിനോടൊപ്പം പോകുന്ന ആളുകൾ, രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിക്കുക, അതുമായിട്ട് മൂവ് ചെയ്യുക. അവർ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ജോയിൻ ഹാൻഡായിട്ട് പോവുക. അങ്ങനെയാണ് ഞങ്ങൾ. ഏത് അല്ല, തരൂർ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് തരൂറിനെ പോലെ തന്നെ, അല്ലെങ്കിൽ നോൺ കറപ്റ്റഡ് ആയിട്ട് നമ്മളുടെ ആശയവുമായിട്ട് യോജിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അല്ലാത്ത ആളുകളുണ്ട്, രണ്ടുപേരുണ്ട്. അങ്ങനെ ഒട്ടനവധി ആളുകൾ ഞങ്ങൾ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇതുമായിട്ട് യോജിച്ച് പോകാവുന്ന ആളുകളുമായിട്ട് ഞങ്ങൾ പല പ്ലാനുകളുമുണ്ടത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ന ആളെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്നോട് പിണറായി വിജയൻ സാറിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഉമ്മൻചാണ്ടി സാറായിട്ട് വളരെ ലോഹിയാണ്. ഉമ്മൻചാണ്ടി സാറ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി ഇറങ്ങി വരികയായിരുന്നു പുള്ളിയുടെ പഴയ വീട്ടിൽ നിന്നൊക്കെ. പുള്ളി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തല്ല, ക്ലിഫ് ഹൗസിലല്ലാതെ ആ ഒരു മലയിലൊരു വീടുണ്ട്. ഞാൻ പുറത്ത് ചെല്ലുമ്പോൾ പുള്ളി ഇറങ്ങി റോഡിൽ വന്നിട്ട് എന്നെ വണ്ടി കയറ്റി വിടുമായിരുന്നു. അത്രയ്ക്ക് അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. ടി.എൻ. ജേക്കബ് സാറായിട്ടുണ്ട്, എല്ലാ പുള്ളിയും കെ മാണി സാറായിട്ട് വലിയ ലോഹിയുണ്ട്. ഇപ്പോൾ ഇവരൊക്കെയായിട്ട് ഞങ്ങളുടെ റിലേഷൻ ഒരു വിതൗട്ട് എനി ഓബ്ലിഗേഷൻസാണ്. ഒരാളോടും ഒരു ഓബ്ലിഗേഷനും ഇല്ല. അത് പൊളിറ്റീഷ്യൻസിനോടൊന്നല്ല, ലോകത്തിലെ ഒരാളോടും ഒരു ഓബ്ലിഗേഷൻ ഞങ്ങൾക്കില്ല. കാലൊന്നും പിടിച്ചില്ല. അതൊക്കെ അവിടെ തന്നെ വന്ന് 3 പേര് വന്ന് പറയാന്ന് പറഞ്ഞ വീട്ടിൽ വന്ന് പറയാന്ന് പറഞ്ഞ, എന്നിട്ടും സാബു ചെവിക്കൊണ്ടിരുന്നു. അത് പാടില്ലല്ലോ. നമുക്ക് 100 പേര് പറയാം, 1000 പേര് പറയാം, തീരുമാനം നമ്മുടെയാണ്. അത് ഞാനിപ്പോൾ ഇനി ആര് പറഞ്ഞാലും, ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലയെന്ന് തോന്നി ഞാൻ ഇല്ലയെന്ന് തന്നെ പറയും. ആരുടെ മുഖത്ത് നോക്കിയും പറയും. സി, ഞാനെന്ന വ്യക്തി, എൻ്റെ സ്ട്രെങ്ത്, ശ്രമിച്ചതാണ്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു സ്ട്രെങ്ത് അതാണത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലായിക്കോട്ടെ, ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പാർട്ടിയിൽ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയിൽ ഈ ശ്രീനജിനെതിരെ ഞാൻ പറഞ്ഞു. അന്ന് തൃക്കാക്കര ഇലക്ഷൻ നടക്കുമ്പോൾ അയാൾ കയറി അൺനെസറി കമൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ അയാൾ പിറ്റേ ദിവസം പാർട്ടിയിലാവില്ല. MLA ആയാലും ശരി, മന്ത്രി ആയാലും ശരി, ഉണ്ടാവില്ല, പാർട്ടിയിലുണ്ടാവില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെയുള്ള ഒരു ഇൻഡിസിപ്ലിനായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല. അത് തന്നെയാണ് ആസ് എ ലീഡർ നമുക്കുള്ള നമ്മുടെ സ്ട്രെങ്തും. അതിപ്പം ഉമ്മൻചാണ്ടി സാറല്ല, ഇനി കോൺഗ്രസ്സുകാർ മൊത്തം കൂടി വന്നാലും 150 MLA വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അവരോടല്ലേ ഫൈറ്റ് ചെയ്തത്. 150 MLA-യോടും MP-മാരോടും ഈ പറഞ്ഞ ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരോടൊരു ഒബ്ലിഗേഷൻ ഇല്ല. ഞാൻ അവരവരുടെ കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അവർ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. മറ്റേ പാർട്ടി ഒട്ടും മോശമല്ലായിരുന്നു. ഈ തൃക്കാക്കര ഇലക്ഷന് ഇപ്പം ഉമാ തോമസിനെ ജയിപ്പിച്ചത് 2020 വോട്ടാണ്. മണിപ്പൂർ മാറിയെന്നാണോ?
ഞങ്ങളോ? അല്ലല്ല, അല്ല, നമ്മുടെ വോട്ടുകൾ പോയിട്ടില്ലേ ഉമാ തോമസ്? ഇതിൽ നമ്മൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആസ് എ പൊളിറ്റിക്കൽ ലീഡർ ഒരു വൈസ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരിക്കലും ഇമോഷണലോ സെൻറ്റിമെൻ്റലോ ആവാൻ പാടില്ല. പലരും വിളിക്കുന്നു, ഇമോഷണലായിട്ട് സംസാരിക്കുന്നു, സെൻറ്റിമെൻ്റലായിട്ട് സംസാരിക്കുന്നു. അവിടെ റൈറ്റ് വൈസ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ആസ് എ ലീഡർ ചെയ്യേണ്ടത്. അവിടെ പലരും ഹാപ്പി ആയിരിക്കാം, നിൽക്കണം, നിന്നേ പറ്റൂ, ഇന്നയാളെ നിർത്തണം എന്നൊക്കെ പലരും പറഞ്ഞത്. പക്ഷേ ഡേ 1 അതിൻ്റേതായിട്ടുള്ള റീസൺ എനിക്കുണ്ട് നിർത്താതിരുന്നതിന്. അതെന്താണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഡേ 1 എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനം എടുത്തു. പിന്നെ അവിടെ ഒരു മാറ്റമില്ല അതിനകത്ത്. ഇനി 1000 പേരല്ല എൻ്റെ പാർട്ടി പറയും ഞങ്ങൾ റിസൈൻ ചെയ്ത് പോകും, ഓക്കെ പോയിക്കൊള്ളാൻ പറയും, ദാറ്റ്സ് ഇറ്റ്. പിണറായി വിജയനോടുള്ള ദേഷ്യമായിരുന്നു. എനിക്ക് ദേഷ്യമില്ലല്ലോ. എൻ്റെ കൈകൾ വളരെ ക്ലിയറാണ്, ശുദ്ധമാണ്. ഞാൻ എന്ത് അങ്ങോട്ട് ചെയ്തു എന്നുള്ളതും വളരെ ശുദ്ധമാണ്. ഞാൻ ഇത് പിരിയുന്നതിന് മുമ്പ്, അതായത് ഈ സംഭവം ഉണ്ടായി ബിഫോർ ദി പ്രസ് മീറ്റിംഗ്, ഐ സെൻഡ് ഹിം എ നോട്ട്. ഞാനൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നടത്തി എന്ന് സാറ് വിചാരിക്കരുത്. ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് മീ. എല്ലാവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. സോ ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. ഐ എം പ്രൊസീഡിങ് ലൈക്ക് ദിസ്. പിണറായി വിജയനുമായിട്ട് തെറ്റിയ കാര്യം പറഞ്ഞു. തെറ്റിയെന്നല്ല, വിളിച്ചിട്ടില്ല. ഞാൻ അതിനുശേഷം അല്ല, അതുകൊണ്ടല്ല, എനിക്ക് അദ്ദേഹത്തിന് എന്താണ് മനസ്സിലെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അത്രമാത്രം ഒരു കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാൾ അതേ വ്യവസായത്തെ തന്നെ അവരുടെ പാർട്ടിയും അവരുടെ മന്ത്രിമാരും സഹാക്കളും എല്ലാവരും കൂടി ആക്രമിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടം കാണിക്കുന്ന അല്ലെങ്കിൽ കാണിക്കാത്ത ഒരാളുമായിട്ട് എന്ത് ലോഹ്യം വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? നമ്മളൊരു സാധാരണ ഫ്രണ്ട്ഷിപ്പായാൽ തന്നെയും എന്തെങ്കിലും എന്നാ പറ്റിയടാ എന്ന് ചോദിക്കണ്ടേ? അത് എന്നെ വേദനിപ്പിക്കുന്ന, ഞാൻ അങ്ങനെ വേദനിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് വിട്ടു, അത്ര തന്നെ. കാരണം ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോൾ വലിയ ആളായിട്ട് ഞാൻ പറയല്ല, അത് പുള്ളിക്ക് അറിയാം. എന്നെ കൊണ്ട് പുള്ളിക്ക് നഷ്ടമുണ്ടായിട്ടില്ല. എൻ്റെ ഈ ബ്രേക്ക് കൊണ്ട് എനിക്ക് ഒരു നഷ്ടമില്ല. കാരണം എൻ്റെ സമയം അത്ര ലാഭമാണ്. കാരണം ഇന്നും പുള്ളിക്ക് എന്നെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റിയനെ. ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്കുകൾ, ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാം എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് ഉണ്ട്. പുള്ളി വായിച്ചിരിക്കുന്നതിനും ഡോക്യുമെൻ്റ് ഉണ്ട്. ഞാൻ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും ഞാൻ പോകുന്നില്ല. എനിക്കറിയാവുന്ന അത്രയും ഒരാൾക്കും അറിയില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതുകൊണ്ടാണ്, വളരെ സിമ്പിളാണ്. അത് താങ്കളുടെ അച്ഛനുള്ള സമയത്ത് തുടങ്ങിയ ബന്ധമാണ്. അതിനേക്കാളൊക്കെ വളരെ ഉപരിയായിരുന്നു അത്. അച്ഛൻ തുടങ്ങിയതിനേക്കാളും ഒക്കെ വളരെ വളരെ ഡെപ്തിൽ. കാരണം 5 വർഷത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു സർക്കാരിനെ, പുള്ളിയുടെ സഭ മാത്രമല്ല എല്ലാ മന്ത്രിമാരുടെയും എല്ലാ പോളിസിയും, ക്ലാസ് എടുത്തിട്ടുണ്ട്. ക്ലാസ് അല്ല, പോളിസി. അതുകൊണ്ടാണ് ഈ രണ്ടാം പിണറായി സർക്കാർ അത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അതേ പാർട്ടിക്കാരിൽ നിന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ നോക്കി നിന്നു. മൗനം സമ്മതം എന്ന് പറയാറില്ലേ, അതാണ് പുള്ളി എടുത്തൊരു പോളിസി. ഇല്ലാതെ ആവണേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. ഒരു ഫോൺ കോൾ അങ്ങോട്ട് വിളിക്കാവുന്ന അടുപ്പ് നിങ്ങൾ ആവശ്യം എന്താ? അത് എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. 2004 എൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു സൗഹൃദം. അന്ന് എന്നോട്, ഞാൻ അന്ന് ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്. അന്ന് പുള്ളി പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് എൻ്റെ ചാച്ചനോട് പറഞ്ഞു, പിണറായി സാറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞാലോ. അന്നേരം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം പുള്ളിയോട് പറഞ്ഞ് നമ്മളത് നേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൗഹൃദമില്ലാതെ പോകും. അന്നും ഇന്നും കിറ്റക്സും ഞങ്ങളുടെ ഈ വ്യവസായ സ്ഥാപനങ്ങളും ഞങ്ങൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒട്ടനവധി സഹായങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഒരു സഹായവും മേടിക്കാത്ത ഒരേ ഒരു വ്യവസായി ഉണ്ടെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ മാത്രമുള്ളൂ. ഈ 2004 മുതൽ 18 വർഷത്തിനുള്ളിൽ ഞാൻ ഈ 5 വർഷം കൂടെ നടന്നപ്പോഴും എൻ്റെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ആകെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു മകളെ കല്യാണം കഴിച്ച് കാനഡക്കാരൻ ചീറ്റ് ചെയ്തു.
അതിനൊരു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പുള്ളി പറഞ്ഞു നടന്നുമില്ല. ഞാൻ അത് പുള്ളിയോട് പറയുകയും ചെയ്തു നടന്നില്ല. പുള്ളി വീണ്ടും ഡി ജി പിനെ വിളിച്ച് പറഞ്ഞു. ഡി ജി പിനെ രണ്ടാമതും വിളിച്ച് പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചു. ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇത്രയും മാത്രമേ ഞാനും പുള്ളിയായിട്ടുള്ള ഓബ്ലിഗേഷനുള്ളൂ. എൻ്റെ കുടുംബമായിട്ടുള്ള ഓബ്ലിഗേഷനുള്ളൂ. ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല. നമ്മുടെ ടി.എം. ജേക്കബ് സാറ് മരിച്ചു കിടക്കുന്ന സമയത്ത് ഞാനും അദ്ദേഹവും ഇതുപോലെ വലിയ സുഹൃത്തായിരുന്നു. എപ്പോഴും നമ്മൾ നല്ല സമയത്ത് സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും, ചീത്ത സമയത്ത് സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്. പുള്ളി മരിച്ചു കിടക്കുന്ന സമയത്ത് ഞാൻ പുള്ളിയെ കണ്ടു. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. കാരണം അത്രമാത്രം ഞങ്ങളുടെ ബന്ധമുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരുടെ കണ്ണുനീരല്ലായിരുന്നു. അപ്പോൾ മകളും ഭാര്യയും അപ്പുറത്തിരിക്കുന്നു. മകള് ഇങ്ങനെ കാണിച്ചു എന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ എന്നെ കാണണമെന്നാണ് പറയും. ഞാൻ അവർ എഴുന്നേറ്റ് ഓടുന്നു. ഞാൻ ഇപ്പുറത്തേക്കടെ വന്നു, ഇപ്പുറത്തെ മുറിയിട്ട് വന്നു. ശബ്ദച്ചേട്ടാ ഒന്നിനെ വന്നിരുന്നു. ഞാൻ അകത്തേക്ക് കയറി. എനിക്ക് തന്നെ എന്താ എന്നായിപ്പോയി, എന്താ പറയാൻ പോണേന്നുള്ളു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ചായൻ എപ്പോഴും പറയായിരുന്നു, അച്ചായൻ എന്നാണ് വിളിക്കുന്നത്, എപ്പോഴും പറയായിരുന്നു, പ്രതിഫലം നോക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ സഹായിക്കുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ ശബ്ദച്ചേട്ടനാണെന്നുള്ളത്. ഇപ്പം അച്ചായൻ മരിച്ചു കിടക്കുമ്പോൾ എനിക്കത് പറയണം തോന്നി. അതുകൊണ്ട് പറയാനെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പ്രതക്കട പറഞ്ഞു. എന്നിട്ടും മകൻ ഇനാഗ്രേഷന് വന്നിട്ട് മാറിക്കളഞ്ഞു. അത് പേടിച്ചിട്ടാ, പേടിത്തൂറിയ പുള്ളി. അതാരും പറയണ്ട. ആരെങ്കിലും ഒരു ചോട്ടാ നേതാവ് വിളിച്ച് പറഞ്ഞാൽ എന്നോട് വന്നാൽ കാച്ചി കളയുന്ന പുള്ളി പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പുള്ളി എന്നിട്ട് എന്നോട് പറയാനുള്ള മടി കൊണ്ട് പുള്ളി പറഞ്ഞു ഞാൻ ഡൽഹിക്ക് പോകാമെന്ന് പറഞ്ഞു. അത് ഞാൻ ഒരാളെ വിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അകത്ത് കയറി വാതിലടച്ചിരിക്കുക. ഇത് മന്ത്രി. വേറെ കാര്യം, ഈ 2020 ഈ ആപ്പുമായിട്ടുള്ള ഒരു ആ സാഹചര്യം അതെങ്ങനെയാണ്? അത് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താണോ അതോ കെജ്രിവാൾ ഇങ്ങോട്ട് അപ്രോച്ച്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? ഇതിപ്പോൾ നമ്മൾ ആര് വലുത് ചെറുതെന്നുള്ള ഈഗോ ഒന്നും എനിക്കില്ല. ഇത് വളരെ യാദൃച്ഛികമായിട്ട് നടന്നതാണ്. വളരെ കാലങ്ങളായിട്ട് ഇവിടുത്തെ നേതൃത്വവും പലരും എന്നോട് പറയാറുണ്ട്, നമ്മൾ പിണറായി അതായത് കേജ്രിവാളുമായിട്ടൊരു ബന്ധം, കാരണം സമാന ചിന്താഗതിക്കാരാണത് വേണം.